ഇന്നലെ വരെ നമ്മൾ കർത്താവിനെ ക്രൂശിച്ച ഇതും കർത്താവ് മരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഈ പകൽക്കാലം വീണ്ടും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് കർത്താവ് ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമുക്കറിയാം, അവിടെ എഴുതിയേക്കാണ്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറവാതിക്കൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു എന്ന് തുടങ്ങുന്ന ഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. നമുക്കറിയാം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ എന്നവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലും തുടർന്നുള്ള ആദിമ ക്രിസ്തീയ ചരിത്രത്തിലുമൊക്കെ ഈ എന്തുകൊണ്ട് നമ്മൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ എന്ന് പറയുന്നതിന് ഇത്ര പ്രാധാന്യം കൊടുക്കും. 1-ാം നാൾ തന്നെ എന്തെങ്കിലും പ്രാധാന്യമുള്ളത് ഒരു ദിവസത്തെ പ്രത്യേകിച്ച് ബഹുമാനിക്കുകയോ മാനിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തന്നെ ചിലരൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് പഴയ നിയമത്തിനെ പോലെ ചെയ്യുന്നില്ല, അതുപോലെ ശബ്ബത്ത് എന്തുകൊണ്ട് ആചരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, കർത്താവ് ഈ ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആ ദിവസമായിട്ട് അതിനെ അത് ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ദൈവവചനത്തിൽ പറയുകയും അതുകൊണ്ട് അപ്പോസ്തലന്മാരൊക്കെ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ദിവസം ദൈവത്തെ ആരാധിക്കാനും കൂട്ടായ്മയ്ക്കും ഒക്കെ വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ അത് ഇന്ന ദിവസമേ ആകാവൂ എന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ളതായിട്ടോ നമുക്ക് ദൈവവചനത്തിലെങ്ങും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. എങ്കിലും ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്. മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ. ഇത്ര രാവിലെ ഈ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് എന്നാ പറ്റി? ശിഷ്യന്മാരൊക്കെ പോയേക്കുക. അവർ നമ്മൾ വിവിധ സുവിശേഷങ്ങളിൽ ലൂക്കോസിലെ സുവിശേഷം വായിക്കുമ്പോൾ തികച്ചും അവരുടെ അവിശ്വാസത്തെയും അവർ വളരെ പ്രയാസപ്പെടുന്ന നിലയിൽ നമുക്ക് 24-ാം അധ്യായത്തിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം എങ്ങോട്ടെങ്കിലും ദൂരെ യാത്രയൊക്കെ ചെയ്യണമെന്നുള്ളപ്പം നമുക്കതിൻ്റെ തലേ രാത്രി ഉറക്കം വരത്തില്ല എന്നുള്ളതുപോലെ കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു മഗ്ദലക്കാരത്തി മറിയെന്നും, ഒരുപക്ഷെ അത് അവൾ പുറമേ ഒന്നും അറിയിച്ചില്ലെങ്കിൽ തന്നെ അത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അത്ര വലിയ ഒരു വിടുതൽ അധികം വിളച്ച് കിട്ടിയവൾ അധികം സ്നേഹിക്കും എന്ന് കർത്താവ് തന്നെ പറഞ്ഞതുപോലെ മറ്റാരേക്കാളും വളരെ പ്രത്യേകതയോടുകൂടെ തന്നെ അവൾ അത് അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കർത്താവിൻ്റെ കല്ലറയ്ക്കൽ എത്തുന്നതായിട്ടും കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അങ്ങനെയല്ല. ഒരുക്കിയ സുഗന്ധദ്രവ്യങ്ങളും എടുത്തുകൊണ്ട് അവർ ഒരുക്കിയ സുഗന്ധവർഗവും എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അധികാലത്ത് കല്ലറയ്ക്കലെത്തി കല്ലറയിൽ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു എന്ന് നമ്മൾ വായിക്കുക. അപ്പോൾ നമ്മൾ ഈ പലപ്പോഴും ചിന്തിക്കുന്ന പോലെ തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇത്രയും വർഷങ്ങൾ കർത്താവ് അവരോട് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ചില നിമിഷ നേരങ്ങൾ കൊണ്ട് ചില മണിക്കൂറുകൾ കൊണ്ട് അവർ വിസ്മരിക്കുകയും കർത്താവ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നും കർത്താവ് തൻ്റെ അന്ത്യ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അവരെ എംഫസൈസ് ചെയ്ത് പഠിപ്പിച്ച ഒരു കാര്യം മറുവമലയിലും ആ സമയത്തും തുടർന്നുള്ള സമയത്തും താൻ മരിക്കുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതാകുന്നു എന്ന് കർത്താവ് പ്രത്യേകം അവരോട് പറഞ്ഞതായിട്ടും പഠിപ്പിച്ചതായിട്ടും വീണ്ടും വീണ്ടും കർത്താവ് അത് ആവർത്തിക്കുന്നതായിട്ടും നമുക്ക് കാണാമെങ്കിൽ തന്നെ അതിന് ഉപോത്ബലകമായി കർത്താവിൽ അവർ വിശ്വസിക്കത്തക്കവണ്ണം ലാസറിനെ ഉയർപ്പിച്ചു. അതുപോലെ അത്ഭുതകരമായിട്ടുള്ള മറ്റു പല കാര്യങ്ങൾ കർത്താവ് ചെയ്തു എങ്കിലും കർത്താവിനെ ഈ ഒരു കാര്യത്തിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ വണ്ണമുള്ള ഒരു നിലയിലായിരുന്നു, മാനസികാവസ്ഥയിലായിരുന്നു പലരും. പൂർണ്ണമായിട്ട് അത് ഏറ്റെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് നമ്മൾ ദൈവത്തിന് പറഞ്ഞത് ഇവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവരറിഞ്ഞില്ല എന്ന് 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കാം. അത് അറിയാത്തത് പറയാഞ്ഞിട്ടുള്ള അറിവില്ലായ്മയല്ല, പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, തുടർന്ന് എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് കർത്താവ് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തു. ഉയർത്തെഴുന്നതിന് ശേഷവും കർത്താവ് അവരോട് കൂടെ സമയം സ്പെൻഡ് ചെയ്തത് കൂടുതലും ഈ ദൈവവചനത്തിൽ നിന്ന് പല കാര്യങ്ങളൊക്കെ അവർക്ക് തെളിയിച്ചു കൊടുത്തതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബൈബിൾ കോളേജിൽ പഠിച്ച് അവർക്ക് എത്ര കൃത്യതയോടെയാണ് പെന്തക്കോസ്ത് ദിവസം യോവേൽ പ്രവചനത്തിൽ നിന്ന് ദൈവവചന ഭാഗങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് കർത്താവ് പത്രോസ്ലിയ പ്രസംഗിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. വളരെ ആധികാരികമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ
അങ്ങനെ മറിയ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറവാതിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ദാസനെ ഇപ്പോൾ എടുത്തല്ലോ, ഒരു ദൂതൻ വന്ന് അവിടെ പെട്ടെന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു. വലിയൊരു കല്ലായിരുന്നു, അതിൽ റോമൻ മുദ്രയുണ്ടായിരുന്നു, പടയാളികളുണ്ടായിരുന്നു. അതൊക്കെ അവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയപ്പെട്ടിരുന്നു ഉണ്ടെങ്കിലും അവയെല്ലാം ഭേദിച്ച് കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവർ ചെന്നപ്പോൾ കണ്ടത് ഒഴിഞ്ഞ ഒരു കല്ലറയാണ് അവർക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അവൾ ഓടി ശീമോൻ പത്രോസിൻ്റെയും യേശുവിൻ്റെ പ്രിയനായ മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്ന് കല്ലറയിൽ നിന്ന് അവനെ എടുത്തുകൊണ്ടുപോയി, കർത്താവിനെ എടുത്തുകൊണ്ടുപോയി എന്നുള്ളതാണ് അവൾക്ക് തോന്നിയ ഒരു തെറ്റായ ഇമ്പ്രഷൻ. ഉയർത്തെഴുന്നേറ്റു എന്ന് മറിയ പറയുന്നില്ല, അവനെ എടുത്തുകൊണ്ടുപോയി. അവൻ്റെ ശരീരം കാണുന്നില്ല, ശരീരം കാണാനാണ് അവിടെ ചെന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ അത് തെറ്റായിട്ടുള്ള ഒരു നിലയിലാണ് പറയുന്നതെങ്കിലും ആരോ കട്ടുകൊണ്ടുപോയി എന്നൊക്കെയുള്ള നിലയിലാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്ന് ഇരുവരും ഒന്നിച്ചോടി. യോഹന്നാൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി എന്നുള്ളത് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനാ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ചില സ്ഥലത്ത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വേഗത്തിൽ ഓടി കല്ലറയ്ക്കലെത്തി കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു, അകത്ത് കടന്നില്ല താനും. അപ്പോൾ ആദ്യം എത്തിയ ആൾ അകത്ത് കടന്നില്ല. അവൻ്റെ പിന്നാലെ ശീമോൻ പത്രോസ് വന്ന് കല്ലറയിൽ കടന്ന് ശീലകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരിക്കുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു എന്ന് വായിക്കുന്നു. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് കടന്നു. അപ്പോൾ ആദ്യം ഓടി വന്നെങ്കിലും ഉള്ളിൽ കയറിയില്ല എന്നുള്ളത് നമുക്ക് വായിക്കാൻ കഴിയും. ഇവിടെ 3 കണ്ടു 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 എന്നുള്ളത് 5-ാം വാക്യം, 6-ാം വാക്യം, 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ട്. 3 ഗ്രീക്ക് പദങ്ങളാണ് അതിന് ഉപയോഗിച്ചേക്കുന്നത് എന്നും അത് ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആദ്യം കണ്ടു എന്ന് പറയുന്ന ഒരു ജനറൽ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് 5-ാം വാക്യത്തിൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ 6-ാം വാക്യത്തിൽ കാണുമ്പോൾ പത്രോസ് കണ്ടത് വളരെ വ്യക്തമായിട്ട് ആ ഡീറ്റെയിൽ അടക്കം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ കണ്ടു എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ 8-ാം വാക്യത്തിൽ കാണുന്നത് അങ്ങനെ കണ്ട് അവർ വിശ്വസിച്ചു എന്ന് വായിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 3 നിലവാരത്തിൽ അവർ കാര്യങ്ങളെ ആദ്യം ജനറലായിട്ട് കണ്ടു, അങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി. അവർ മനസ്സിലാക്കി കർത്താവ് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി. എന്ന് മാത്രമല്ല, ദൈവദാസൻ പറഞ്ഞ പോലെ തന്നെ മൂറും അകിലും ഒക്കെ വെച്ച് ഒരു തരം ശീലയിൽ ചുറ്റിയാണ് കർത്താവിനെ വെച്ചിരുന്നതെന്നും ലാസറിൻ്റെ കേസിലുള്ളതുപോലെ തന്നെ വേറെ ആരെങ്കിലും അഴിച്ചുവിടാതെ ആ വ്യക്തിക്ക് സ്വതവേ അതിൽ നിന്ന് സ്വതന്ത്രമാകാൻ കഴിയത്തില്ല എന്നും അത് ആ ശീലകൾ വീണ് കിടക്കുന്നു എന്ന് പറയുന്നത് തന്നെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് അല്ലെങ്കിൽ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിൽ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് എന്നും നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ശീല മടക്കി വെച്ചതിൻ്റെ കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിച്ച് കേട്ടേക്കുന്ന വേറൊരു നിലയില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഒരുപക്ഷെ ഞങ്ങളുടെ ആശയങ്ങൾ തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാനത് ജസ്റ്റ് അവോയ്ഡ് ചെയ്യുക. അപ്പം അത് നമ്മളവിടെ കാണുകയാണ്. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് കടന്നു അത് വിശ്വസിച്ചു എന്നവിടെ എഴുതിയത്. അപ്പോൾ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വളരെ സൂക്ഷിച്ച് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ തന്നെ അതൊരു ഉയർത്തെഴുന്നേൽപ്പ് ആണെന്ന് വിശ്വസിക്കത്തക്കവണ്ണമുള്ള ഡീറ്റെയിൽസ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, ആദ്യ നൂറ്റാണ്ടിൽ തന്നെ അപ്പോൾ തന്നെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു, അവർക്ക് വേണ്ടുവോളം പണം കൊടുത്തിട്ട് അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ കട്ടുകൊണ്ട് പോയതാണ് എന്ന് നിങ്ങൾ പറയണം എന്നുള്ളൊരു നറേഷൻ, നമ്മുടെ ക്ലബ് ഹൗസ് വേദികളിലുള്ള ലാംഗ്വേജ് അനുസരിച്ച് പറഞ്ഞാൽ നറേഷൻ ഉണ്ടാക്കാനായിട്ട് അവിടെ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള പല നറേഷനുകളും ഉണ്ടാക്കാനായിട്ട് കാലാകാലങ്ങളായിട്ട് ആ 2000 വർഷത്തിലധികമായിട്ട് അതിനെ എതിർക്കുന്നവർ, അതിൽ വിശ്വാസമില്ലാത്തവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്നും കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ കാര്യം വളരെ ആർക്കും ഖണ്ഡിക്കാനായിട്ട് കഴിയാത്ത ഒരു സത്യമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പത്രോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമുക്ക് അല്ലെങ്കിൽ 1-ാം അധ്യായം 1 പത്രോസ് നമ്മൾ വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താലാണ് നമുക്ക് ഞാൻ വായിക്കാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം, 3-ാം വാക്യം 1-ന്റെ, അവൻ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ കാക്കപ്പെടുന്ന നമുക്ക് വേണ്ടി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ് നമ്മുടെ ജീവനുള്ള പ്രത്യാശയ്ക്ക് ആധാരമെന്നും അതുപോലെ തന്നെ
വേറൊരു വാക്യം നമ്മൾ കാണുന്നത് അത് അവിടെ തന്നെ അതേ അധ്യായത്തിൽ തന്നെ വേറൊരു വാക്യവും നിങ്ങൾ അതിൽ 21-ാം വാക്യം, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു എന്ന് വായിക്കുന്നു. അപ്പം നമ്മുടെ മുഴുവൻ പ്രത്യാശയും ഈ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം താൻ ചെയ്തതിലൂടെയാണ് നാമും പുനരുത്ഥാനം പ്രാപിക്കുമെന്നുള്ള ഒരു പ്രത്യാശ നമുക്കുള്ളതെന്നും നമുക്ക് ചില സമയത്ത് തോന്നും, പൗലോസ്ലിഹായെ യെരുശലേമിൽ ബന്ധിച്ചിരിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ കൂട്ടത്തിൽ സന്നിധി സംഘത്തിൽ ഇപ്പോൾ കുറേ പേര് സദൂക്യരും പിന്നെ ബാക്കിയുള്ള ഒരു പരീശന്മാരും ആണെന്ന് കണ്ടിട്ട് അദ്ദേഹം ഒരു ട്രിക്ക് ഉപയോഗിച്ചു എന്നാണ് നമുക്ക് ചിലപ്പോൾ തോന്നുന്നത്. എനിക്കും ആദ്യമൊക്കെ വായിച്ചപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത് അത് ഒരു ട്രിക്കൊന്നും അല്ല, ഒരു പക്ഷേ ട്രിക്ക് പോലെ ആയി കാണാം, എന്നാൽ അത് ഒരു യാഥാർത്ഥ്യമാണ് പൗലോസ് വിളിച്ച് പറയുന്നത്. മരിച്ചവരുടെ പുനരുത്ഥാന കൊണ്ടുള്ള പ്രത്യാശ നിമിത്തമാണ് ഞാനിങ്ങനെ ആയിപ്പോയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ പുനരുത്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയെ സംബന്ധിച്ചും നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചും എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുക. പുനരുത്ഥാനമില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങൾ കള്ളസാക്ഷികളാകും, ഞങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ തെറ്റായിട്ടും മോശമായിട്ട് തീരുന്ന ഒരു കാര്യമാണ് എന്ന് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. 17-ാം അധ്യായം 31-ാം വാക്യം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ഇനി ലോകത്തെ ദൈവം ന്യായം വിധിക്കും എന്നുള്ളതിൻ്റെ തെളിവും കൂടെയാണ് ഈ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് കർത്താവ് തെളിയിച്ചു തന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. അപ്പോൾ ഇപ്പം ന്യായവിധിയില്ല, ന്യായവിധിയും ഇതൊന്നുമില്ല, ന്യായവിധി പറഞ്ഞിനി നിങ്ങൾ പ്രസംഗിക്കരുത്, ദൈവം സ്നേഹമാകുന്നു എന്ന് മാത്രമേ പറയാവൂ, അത് ആരെന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിച്ചോളും, ദൈവം മിണ്ടാപ്പൂച്ച പോലെ മിണ്ടാതെ ഇരുന്ന് ഇതൊക്കെ സഹിച്ചിട്ട് മോനെ വാ, നീ ഒന്നും ചെയ്തിട്ടില്ല, നീ കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ നീ ചെയ്ത പാപത്തിനെല്ലാം ഞാൻ മരിച്ചതുകൊണ്ട് നീ സ്വതവേ ദൈവമകനായി, നീ സ്വർഗത്തിന് അവകാശിയായി, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് നീ ഒന്നും ഭാരപ്പെടേണ്ട മോനെ, തെറ്റൊക്കെ ചെയ്തതൊക്കെ അതൊക്കെ സാധാരണ സംഭവമല്ലേ, പോര് എന്ന് പറയും എന്ന് മാത്രമേ പറയാവൂ എന്ന് ആണ് പുതിയ സുവിശേഷ സന്ദേശത്തിൻ്റെ പുതിയ ഫോം. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ മീറ്റിംഗ് നടത്തുമ്പം വളരെ ശക്തമായിട്ടൊരു ചെറുപ്പക്കാരൻ വന്നു. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ ആർഗ്യുമെൻ്റ്, അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾ കള്ളമാകുന്നു പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ ചാറ്റ് യുദ്ധം നടത്തുന്നത് നിങ്ങൾ പലരും ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. അപ്പോൾ എല്ലാവരുടെയും ഒരു ഐഡിയ ഇതുപോലെയാണ്. എന്നാൽ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞേക്കുകയാണ്, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? അത് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. എന്തിൻ്റെ ഉറപ്പ്? ന്യായവിധിയുടെ ഉറപ്പ്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു എന്ന് കാണുകയാണ്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു, അവനുമായിട്ട് എനിക്കൊരു കാര്യമില്ല, അവനെ വിധിക്കുകയാണ് കാൽവരി ക്രൂശിൽ ചെയ്തത്. എന്തുകൊണ്ട് ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തും എന്നുള്ളതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത് എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. എത്ര നാളുകളായിട്ട് ആൾക്കാർ ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയാനും അത് പ്രൂവ് ചെയ്യാനും അതിനെ വെറും ഒരു മിത്തും അതിനെ വെറും ഒരു കഥയും ഒക്കെ തട്ടിക്കൂട്ടിയ കഥയും കേവലം ഒരു വിശ്വാസം എന്ന് ആക്കി തീർക്കാനായിട്ട് പല നിലകളിൽ ശ്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പഠിക്കാനും കർത്താവ് ഒരിക്കലും പുനരുത്ഥാനം ചെയ്തിട്ടില്ല, മരിച്ചിട്ടുമില്ല എന്നൊക്കെ സ്ഥാപിക്കാനായിട്ട് പോയിട്ടുള്ള പല നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാരുടെ അനുഭവങ്ങളും കഴിഞ്ഞ കാലത്ത് ഉണ്ടായത് നമ്മൾ വായിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയും, അങ്ങനെ പഠിക്കാൻ പോയ പലരും പിന്നത്തേതിൽ വിശ്വാസികളായി തീരുകയും ഇന്ന് നിരീശ്വരവാദികളെന്ന് അറിയുന്നവർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ മരണം എന്നുള്ള കാര്യം. പുനരുത്ഥാനം എല്ലാവരും അംഗീകരിക്കുന്നു എന്ന് പറയുന്നില്ല. എന്നാൽ തന്നെ എന്ന് മാത്രമല്ല, നമ്മൾ ഈ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈ പുതിയ നിയമരേഖകളുടെ വിശ്വാസ്യത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതും അത് തികച്ചും വിശ്വസനീയമായ നിലയിലാണ് അത് നൽകപ്പെട്ടിരിക്കുന്നതെന്നും അത് ലോകം ആരോപിക്കുന്നത് പോലെ മാറ്റുകയോ തിരുത്തുകയോ ചെയ്ത ഒരു കാര്യമൊന്നുമല്ലെന്നും അത് വളരെ വിശ്വസനീയമായിട്ടുള്ള നിലയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സത്യമാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് ഇതിനെ സംബന്ധിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കാലത്ത് എഴുതപ്പെട്ടതും
കർത്താവിനെ കൂടാതെ നമുക്കറിയാം കർത്താവ് ജീവിച്ചിരുന്നതിനെക്കുറിച്ചും ഉയർത്തെഴുന്നതിനെക്കുറിച്ചും ഒക്കെ ബൈബിളിലല്ലാതെ ലോകത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ റെഫറൻസസ് ഉണ്ട്. അന്ന് ജീവിച്ചിരുന്ന ചില ചരിത്രകാരന്മാരും യഹൂദന്മാരുടെ പാരമ്പര്യങ്ങളിലും ഒക്കെ യേശുക്രിസ്തുവിൻ്റെ ചില കാര്യങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ വളരെ വിശ്വസനീയമായിട്ടുള്ള F.F. ബ്രൂസ് എന്ന് പറയുന്ന ദൈവദാസൻ എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങൾ, പുതിയ നിയമരേഖകൾ വിശ്വസനീയമോ എന്നുള്ളത് നമ്മൾ പലരും അത് വായിച്ചിരിക്കും, അത് കണ്ടിരിക്കും. അതിൻ്റെ ഹിസ്റ്റോറിസിറ്റിയും അതിൻ്റെ കൃത്യതയും കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം അതിൽ വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വസനീയമായിട്ടുള്ള രേഖയിൽ നിന്ന് തന്നെയാണ് കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ് കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് നമുക്ക് അത്ര വ്യക്തമായിട്ട് പറയാനുള്ള കാര്യം, അത് ഇന്നലെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് അന്നുവരെ ആരെയും വെച്ചിട്ടില്ലാത്തതും അരിമത്യയിലെ യോസേഫിന് വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയതുമായിട്ടുള്ള അന്നുവരെ ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ കർത്താവിനെ വെച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 19-ാം അധ്യായം 41-ാം വാക്യം, അവനെ ക്രൂശിച്ച സ്ഥലത്തിൽ തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്തൊരു പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു എന്ന് കാണാം. അപ്പം കൃത്യമായിട്ട് ഇതൊരു പിന്നീടുണ്ടാക്കിയ ഒരു കഥയല്ലെന്നും ശിഷ്യന്മാർ തട്ടിക്കൂട്ടിയെടുത്ത കഥയല്ലെന്ന് പറയത്തക്കവണ്ണം കൃത്യമായിട്ട് കർത്താവിനെ എവിടെയാണ് അടക്കിയ ആ ജോഗ്രഫിക്കൽ ലൊക്കേഷനെ കുറിച്ചുള്ള വിവരണം, അത് എവിടെയായിരുന്നു, ആരുടെയായിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്താണ് എന്ന് അന്ന് ജീവിച്ചിരുന്ന വ്യക്തികൾക്ക്, ആ തലമുറയിലും ആ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന വ്യക്തികൾക്ക് മനസ്സിലാകത്തക്കവണ്ണം വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ തെളിവ്. അപ്പോൾ മരിക്കാത്ത ഒരു വ്യക്തി അങ്ങനെ അടക്കാനായിട്ട് കഴിയത്തില്ലല്ലോ. അപ്പോൾ എന്ന് മാത്രമല്ല, യോഹന്നാൻ സുവിശേഷം എഴുതുകയും മറ്റ് മർക്കോസിൻ്റെ സുവിശേഷം ആദ്യം എഴുതിയ സുവിശേഷമാണ് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ഏകദേശം 7 വർഷങ്ങൾക്ക് ഉള്ളിൽ എഴുതിയ ഒരു സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം മർക്കോസിൻ്റെ സുവിശേഷം മുതൽ അവസാനം എഴുതിയ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വരെ ഈ കാര്യങ്ങൾ എഴുതിയിട്ട് അന്നത്തെ കാലത്തോ അതിന് പാരലായിട്ട് ആരെങ്കിലും അത് ഈ സുവിശേഷങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന ഇതെല്ലാം കഥകളും തട്ടിക്കൂട്ട് പരിപാടി മാത്രമാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അരിമത്യയിലെ യോസെഫ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിന് ഒരു തോട്ടവും ഇല്ലായിരുന്നു, ഒരു കല്ലറയും ഇല്ലായിരുന്നു എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. കാരണം അവിടെ എല്ലാ ആൾക്കാർക്കും, അന്ന് ജീവിച്ചിരുന്ന എല്ലാ ആൾക്കാർക്കും അറിയാൻ കഴിയുന്നതും വെരിഫൈ ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സത്യമാണ് അരിമത്യയിലെ യോസെഫിൻ്റെ കല്ലറയിൽ അദ്ദേഹത്തെ അടക്കി എന്നുള്ളതും വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന, നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നാമത്തെ ഒരു ഫാക്ച്വലായിട്ടുള്ള യാഥാർത്ഥ്യം, ഒരു യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, കർത്താവിനെ അങ്ങനെ അടക്കി എന്നുള്ളത് ഒരു സ്ഥലത്തല്ല, പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പല സോഴ്സസിൽ നിന്ന് അത് എഴുതപ്പെട്ടിട്ടുണ്ട്. കർത്താവ് പ്രകാരം മരിച്ചടക്കപ്പെട്ടു എന്നുള്ളത്, കർത്താവിൻ്റെ ബറിയലിനെ കുറിച്ചുള്ള കാര്യം ആദ്യ സമയങ്ങളിൽ തന്നെ നമുക്കറിയാം. മർക്കോസിൻ്റെ സുവിശേഷമാണ് തൻ്റെ പുതിയ നിയമരേഖകളിൽ കാണുന്നതായിട്ടുള്ള കാര്യം. അവിടെ വ്യക്തമായിട്ട് കർത്താവിനെ അടക്കിയ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും അവിടെയും വളരെ വ്യക്തമായിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. പൗലോസ് അതെങ്ങനെ അറിഞ്ഞു? പൗലോസ് ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, താൻ കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം ചില നാളുകൾ കഴിഞ്ഞ് അദ്ദേഹം യെരുശലേമിലേക്ക് പോവുകയും കേഫാവിനെയും മറ്റുള്ള ആൾക്കാരെയും ഒക്കെ കണ്ടു എന്നുള്ളത് ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിശ്ചയമായിട്ടും ഈ കർത്താവിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആ സമയത്ത് പൗലോസിന് ലഭിച്ചിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അങ്ങനെ തന്നെ കൃത്യമായിട്ട് എഴുതാനായിട്ട് ഇടയായിത്തീർന്നത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിനും പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തിനും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ ഞാൻ ആദ്യമായി ഏൽപ്പിച്ചിരുന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവന് യാക്കോബിനും
പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, സഭയെ ഉപദ്രവിച്ചതിനാൽ, ദൈവസഭയെ ഉപദ്രവിച്ചതിന് അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനും അല്ല. അപ്പോൾ കൃത്യമായിട്ട് പൗലോസ് അന്ന് അവിടെ ഒരുപക്ഷെ യെരുശലേമിൽ ആ സമയത്ത് ഇല്ലായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അദ്ദേഹം എവിടെ ആയിരുന്നു എന്ന് ആ സമയത്ത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആദ്യകാല ശിഷ്യന്മാരുടെ കൂട്ടത്തിലോ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലോ ഉള്ള വ്യക്തി അല്ലായിരുന്നു. എന്നാൽ വളരെ കൃത്യതയോടുകൂടെ അദ്ദേഹം ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തു തിരുവെഴുത്തിൻ്റെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, അപ്പോൾ ക്രിസ്തു എന്തിനാണ് മരിച്ചത് എന്നവിടെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വെറുതെ ഒരു വിപ്ലവം സൃഷ്ടിച്ച് മരിച്ചതല്ല. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിനു പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തിനു പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി. അപ്പൊ കേഫാവിനെ പോയി കണ്ടപ്പം കേഫാവ് പറഞ്ഞു, അതെ എനിക്ക് പ്രത്യക്ഷനായി. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. മുറി അടച്ചിരിക്കുമ്പോൾ കടൽക്കരയിൽ വെച്ച് അങ്ങനെ പല പ്രാവശ്യം തൻ്റെ അപ്പോസ്തലന്മാർക്ക് കർത്താവ് പ്രത്യക്ഷനാകുന്ന കാര്യം നമ്മൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ കേഫാവിനും 12 പേർക്കും പ്രത്യക്ഷനായി എന്ന് നമ്മൾ വായിക്കും. എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ പല സമയത്ത് പ്രത്യക്ഷനായ കാര്യം അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ് 500-ൽ-അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അപ്പോൾ പൗലോസിന് ആ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. 500-ൽ-അധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി. ഈ കൊരിന്ത്യ ലേഖനം എഴുതുന്ന സമയത്ത് അവരിൽ പലരും ജീവനോടിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് ധൈര്യമായിട്ട് പറയുകയാണ്. ചില ആൾക്കാരൊക്കെ വലിയ പ്രൂഫ് എന്നുള്ള നിലയ്ക്ക് ചിലതൊക്കെ പറയാറുണ്ട്. എന്നാൽ ആ പ്രൂഫ് ഒന്ന് കാണിച്ചതെന്ന് പറഞ്ഞാൽ കാണിക്കാനായിട്ട് പറ്റുകയില്ല അവർക്ക്. വെറുതെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആവേശത്തോടെയും കോൺഫിഡൻസോടെയും പറയുന്നതല്ലാതെ അവർക്ക് അതിനെപ്പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള തിരിച്ചറിവില്ല എന്ന് നമുക്ക് പറയാം. എന്നാൽ അങ്ങനെ ഒരു പറച്ചിലല്ല പൗലോസ് ഇവിടെ പറഞ്ഞത്. അവരിൽ മിക്ക പേരും ഇന്നും ജീവനോടെ ഇരിക്കുന്നു. ഈ ലേഖനം എഴുതുന്ന സമയത്ത് ജീവനോടെ ഇരിക്കുന്നു. ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കും. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. നമുക്കറിയാം കർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്തും മരിക്കുന്ന സമയത്ത് പോലും സഹോദരങ്ങൾ ആരും അവനിൽ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചായിരുന്നു, അത് പറഞ്ഞായിരുന്നു. എന്നാൽ യാക്കോബിന് കർത്താവ് പ്രത്യക്ഷനാകുകയും അതുപോലെ തന്നെ അങ്ങനെ പ്രത്യക്ഷനായി ആദിമ സഭയുടെ മീറ്റിങ്ങുകളിലും ആദിമകാലത്ത് 15-ാം അധ്യായ അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ വായിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ്, അതുപോലെ യൂദ, അവരെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ ഈ ലേഖനം എഴുതിയതും കാര്യങ്ങളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരായിരുന്നു പല കാര്യങ്ങൾക്കും അവിടെ നേതൃത്വം കൊടുത്തിരുന്നത് എന്നും അവസാനം ഈ യാക്കോബിനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്യുന്നതെന്നും നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു തട്ടിപ്പ് നമുക്കറിയാം. യാക്കോബിനെ മാത്രമല്ല, ഈ അപ്പോസ്തലന്മാരെ എല്ലാം ഇങ്ങനെ രക്തസാക്ഷികളായിട്ട് മരിക്കാനും അവരുടെ ജീവിതത്തിൽ നമുക്കറിയാം. പത്രോസിക 21-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മീൻ പിടിക്കാൻ പോകുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ഒക്കെ ആയിരുന്ന വ്യക്തികളെ മടക്കി കൊണ്ടുവന്ന് പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും അവർ എഴുന്നേറ്റിൽ നിന്ന് വളരെ ധൈര്യത്തോടുകൂടെ പ്രസംഗിക്കുകയും ചെയ്യുന്ന കാര്യം നമുക്ക് കാണാം. അപ്പോൾ അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശം തന്നെയാണ് കൃത്യമായിട്ട് പത്രോസിയ തൻ്റെ സന്ദേശത്തിൽ പറയുന്നതെന്ന് നമുക്ക് ആ ഭാഗം 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പം നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശുവിനെ തന്നെ അവൻ കർത്താവാക്കി വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. അവിടെ ആ വാക്യം വായിക്കാം. അതെ, യഹൂദ പുരുഷ എന്ന് അവനെക്കുറിച്ച് അതെ അതിൻ്റെ എന്ന് അതിൻ്റെ അതെ, ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളും. നിങ്ങൾ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായനായ യേശുവിനെ തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിനാണ് അവർ സാക്ഷ്യം വഹിച്ചത്. അപ്പം ഒരു കാര്യം ആലോചിച്ച് നോക്കിക്കേ,
ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമായിരുന്നെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാത്തതാണെങ്കിൽ, ഈ ഒഴിഞ്ഞ കല്ലറയും അതുപോലെ തന്നെ അവനെ വെച്ച സ്ഥലവും ഒക്കെ കൃത്യമായിട്ട് ഈ സുവിശേഷങ്ങളിൽ പറയുന്നത് പോലെ ഇല്ലായിരുന്നെങ്കിൽ പത്രോസ് ഈ കാര്യം വിളിച്ചു പറയുമ്പോൾ അവിടെ നിശ്ചയമായിട്ടും അവർക്ക് എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമായിരുന്നു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. ആദ്യം യെരുശലേമിൽ മുഴുവൻ അവർ പ്രസംഗിച്ചതായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ ആദ്യ സമയങ്ങളിൽ വായിക്കുന്നു. വിവിധ സ്ഥലത്ത് ആർക്കും എതിര് പറയാനോ അതിനെ റെഫ്യൂട്ട് ചെയ്യാനോ കഴിയാത്ത നിലയിലുള്ള രീതിയിൽ അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടെ ഇതേ സത്യങ്ങളെ അവരുടെ മുന്നിൽ വിവരിക്കുവാനും അനേകർ വിശ്വസിക്കാനും അത് നിമിത്തം ഇടയായി തീർന്നു എന്നുള്ളതും, ആ സമയങ്ങളിലൊന്നും ആർക്കും കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന കാര്യം പറയാനോ സ്ഥാപിക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെ ഒരു തട്ടിപ്പ് മാത്രമായിരുന്നെങ്കിൽ എങ്ങനെ പത്രോസ്ലിയേക്ക്, അല്ലെങ്കിൽ എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം, ഈ ഒരു കാര്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാനായിട്ട് എങ്ങനെയാണ് കഴിയുന്നത്? നമ്മൾ ചില ആൾക്കാർ ചേർന്നൊരു കട്ടുകഥ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇതുപോലെ ജീവൻ കൊടുക്കാനും തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരുന്നതിനെയൊക്കെ ഉപേക്ഷിച്ച് ഈ കർത്താവിൻ്റെ വേല ചെയ്യാനും വചനം അറിയിക്കാനും തക്കവണ്ണം തങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ഇത്തരം കെട്ടുകഥയ്ക്ക് വേണ്ടി ആരെങ്കിലും തയ്യാറാകുമോ? അതുപോലെയുള്ള കെട്ടുകഥകൾ ഈ ലോകത്തിൽ പലതും നടന്നിട്ടുണ്ട്. അവയ്ക്കൊന്നും അവർ ജീവിച്ചിരുന്ന സമയങ്ങളിൽ പോലും നിലനിൽക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഗമാലിയേൽ പറയുന്നത് പോലെ ദൈവത്താൽ ഇത് തുടങ്ങിയതാണെങ്കിൽ ഇത് നിൽക്കും, അല്ലെങ്കിൽ അത് കെട്ടുപോകും എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ എത്ര വ്യക്തതയോടെയാണ് ആ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ അംഗീകരിക്കുകയും ഈ അപ്പോസ്തലന്മാരുടെ പ്രസംഗം കേൾക്കുകയും ചെയ്തത് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ ഇതൊന്നും ഒരു കെട്ടുകഥയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല, നമുക്കറിയാം അവിടെ അതുപോലെ തന്നെ ഇതിന് പാരലായിട്ട് പല സ്റ്റോറികൾ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചെങ്കിലും അതൊന്നും അവിടെ വേര് പിടിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇത് അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നുള്ള ഒരു ചെറിയൊരു ശബ്ദം പോലും ഉയർത്താനായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ കാണുകയാണ് നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അവിടെ കടന്നു വന്ന സ്ത്രീകൾ ആരാണെന്നും വ്യക്തികൾ ആരാണെന്നും വ്യക്തമായിട്ട്, ആരൊക്കെയാണ് ഈ ഒഴിഞ്ഞ കല്ലറ ആദ്യമായിട്ട് കണ്ടതെന്നും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യതയില്ലാതല്ല, ആരോ പറഞ്ഞു എന്തോ പറഞ്ഞു, അമ്മപ്പ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിനെക്കുറിച്ചും ഒരു വിവരമില്ലാത്ത സംഗതി അമ്മപ്പ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്നുള്ള അർത്ഥത്തിൽ ഈ അമ്മപ്പ എന്ന് പറയുന്നത് പോലുള്ള ഒരു ഉത്തരമല്ല അവിടെ പറഞ്ഞേക്കുന്നത്. ആരൊക്കെയാണ് ഈ കല്ലറയ്ക്കൽ വന്നത്, ആരൊക്കെയാണ് ഈ കല്ലറ കണ്ടത്, അതിന് സാക്ഷ്യം വഹിച്ചത് ആരാണ്, അവരുടെ പേരുകൾ എന്താണ് എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, യഹൂദന്മാരുടെ സന്നിധി സംഘത്തിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഈ അരിമത്തിയിലെ യോസേഫ് എന്ന് നമുക്കറിയാം. ആദ്യ നൂറ്റാണ്ടിൽ യഹൂദന്മാരെ ക്രിസ്ത്യാനികൾ പകച്ചിരുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അവരോടൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കർത്താവിനെയും നമ്മുടെ അപ്പോസ്തലന്മാരെയും ഒക്കെ ഉപദ്രവിക്കുകയും ആദിമകാല ക്രിസ്ത്യാനികളെ ഏറ്റവും അധികം ഉപദ്രവിച്ച വ്യക്തികളായിരുന്നു ഈ യഹൂദന്മാരെന്നുള്ളത് കൊണ്ട് ആ നിലയിൽ അതൊരു യാഥാർത്ഥ്യമല്ലെങ്കിൽ അരിമത്യയിലെ യോസേഫിൻ്റെ കല്ലറയിൽ വെച്ചു എന്നുള്ള കാര്യം പറയാനായിട്ട് ഒരിക്കലും അവർ മുതിരത്തില്ലായിരുന്നു. ഒരിക്കലും ആ സുവിശേഷം എഴുതിയവർ അങ്ങനെ പറയത്തില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു വ്യക്തിയെ അൺനെസസറി ആയിട്ട് അതിലേക്ക് വലിച്ചുകൊണ്ട് വരേണ്ട വല്ല ആവശ്യമുണ്ട്. നോക്കിയാട്ടെ. എന്ന് മാത്രമല്ല, പല കാര്യങ്ങൾ കൊണ്ട് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അതൊരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. വചനത്തിലെ യാഥാർത്ഥ്യങ്ങൾ, അതിൽ വചനത്തിൽ കാണുന്ന ഡീറ്റെയിൽസ് വെച്ച് തന്നെ നമുക്ക് ലോജിക്കലായിട്ട് നമുക്ക് സമർത്ഥിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മാത്രമല്ല, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. വെൻ ദേ പ്രീച്ച് റിസറക്ഷൻ ദ ടോം ഷുഡ് ഹാവ് ബീൻ എംപ്റ്റി. അത് എംപ്റ്റി ആയിട്ടുള്ളൊരു ടൂമ്പായിരുന്നത് കൊണ്ടുമാണ് അവർ അത് പറഞ്ഞത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, വളരെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പറയാനായിട്ടുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതെ, മാത്രമല്ല ഈ യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് നമുക്കറിയാം
മാർത്തയോട് കർത്താവ് സംസാരിക്കുമ്പം പറയുന്നത്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ അതേ കർത്താവ് ഒടുക്കത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കും. കാരണം അവർക്ക് ഈ ഒടുക്കത്തെ ദിവസത്തിലുള്ള പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഒരു വ്യക്തി മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവരൊരിക്കലും വിശ്വസിച്ച വ്യക്തികളല്ല. ഒരു യഹൂദന്മാർക്ക് അവരുടെ വിശ്വാസം മാറ്റി പറയാനോ, നമുക്കറിയാം ആദിമകാല ശിഷ്യന്മാരൊക്കെ യഹൂദന്മാരായിരുന്നു കൂടുതൽ പേരെന്നും, അവർക്ക് അങ്ങനെ ഒന്ന് വിശ്വസിക്കണമെങ്കിൽ അങ്ങനെ ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു തെളിവില്ല. അതിപ്പോൾ നമ്മൾ വായിച്ചു, പത്രോസ്ലിയ ആ തുണി കണ്ടു, പിന്നെയും വേവർ ചെയ്യുന്ന അവരെ കർത്താവ് പിന്നെയും ആ സ്ക്രിപ്ചറിൽ നിന്ന് പ്രവാചകന്മാരുടെയും മോശയുടെയും പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടാ അവരെ ഉറപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഒരിക്കലും ഒരു യഹൂദൻ അവൻ്റെ പാരമ്പര്യമായിട്ട് അവന് ലഭിച്ച വിശ്വാസത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു വ്യക്തി മരിച്ചവരിൽ നിന്ന് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാനായിട്ട് ഉള്ള ഒരു സാധ്യതയുമില്ല. ഇങ്ങനെ അനേക കാര്യങ്ങൾ നമുക്ക് ഇതാക്കാനായിട്ട് കഴിയും. കർത്താവിൻ്റെ ഞാൻ പറഞ്ഞ കാര്യം എംറ്റി ടൂംബ്, കർത്താവിൻ്റെ ബറിയല്, അതുപോലെ കർത്താവിൻ്റെ അപ്പിയറൻസസ്, അതുപോലെ ശിഷ്യന്മാരുടെ അതിലുള്ള വിശ്വാസം, ഈ പല വിഷയങ്ങൾ വെച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഈ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല, ആരും തട്ടിക്കൂട്ടിയ കാര്യങ്ങളൊന്നുമല്ല. ദൈവത്തിൻ്റെ വചനത്തിലെ അക്കൗണ്ട് വെച്ച് തന്നെ നമുക്കത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാനും, എന്ന് മാത്രമല്ല നമുക്കറിയാമല്ലോ, നമുക്ക് അതിനേക്കാളും വലിയൊരു സംഗതി നമുക്ക് സാക്ഷ്യം പറയാനുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടുള്ള സംഗതി, എങ്ങനെ പാപത്തിൽ നടന്ന നമ്മൾക്ക് ആ പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും ആ പാപത്തിനടിമയായിരുന്ന ജീവിതത്തിൽ നിന്ന് മാറി പ്രത്യാശയും സന്തോഷവുമുള്ള ഒരു ജീവിതം നമ്മൾ നാളുകളായിട്ട് നയിക്കുകയും, അതൊരു പുതിയ ഇതിൽ വിശ്വസിച്ചത് കൊണ്ടല്ല. 40 വർഷമായി ഈ കൃപയിൽ വന്നിട്ട് ഞാൻ ലോകത്ത് ജീവിച്ചുള്ളതിനേക്കാളും 2-3 ഇരട്ടി സമയമാകാൻ പോവുക എൻ്റെ കർത്താവിനോടുകൂടെ ജീവിച്ച സമയം. അപ്പോൾ ഇത്രയും നാൾ എന്തെല്ലാം ഉയർച്ച താഴ്ചകളിലൂടെ ജീവിതം കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഈ കർത്താവിലുള്ള വിശ്വാസം മാത്രം അത് ആടിപ്പോകാതെ, അതിൽ നിന്നും വേറിട്ട് പോകാതെ, ഈ കർത്താവിൽ ഉള്ള ആ വിശ്വാസത്തിലും അവൻ്റെ വചനത്തിലുള്ള വിശ്വാസത്തിലും ദൈനംദിനം ഉറച്ചു മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് ഇടയാക്കി തീർക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ അങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ പുനരുത്ഥാനം ഒരു കെട്ടുകഥയല്ല, കെട്ടുകഥയാക്കാൻ നോക്കുന്ന ഒരു ലോകമുണ്ട്, അതിനെ കെട്ടുകഥയെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നോക്കുന്ന ലോകമുണ്ട്. ആ ലോകത്തിന് മുന്നിൽ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവനെ ജീവനുള്ളവരെ മരിച്ചവരുടെ അന്വേഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതുപോലെ നമുക്കും ഈ ലോകത്തിൻ്റെ മുന്നിൽ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ എത്രയും വേഗം അവൻ രാജാവായി മടങ്ങി വരുമെന്നുള്ള സന്ദേശം അറിയിക്കാനും, ആ സ്നേഹത്തിൻ്റെ സന്ദേശം അനേക ഹൃദയങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ ഒഴുകിച്ചെന്ന് ആ ജീവൻ്റെ പുതുക്കത്തിൽ അവരൊക്കെ നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും.